കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അധികം ഓയിലൊന്നും നമുക്കിതിന് ആവശ്യവുമില്ല. നേന്ത്രപ്പഴവും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാനാണെങ്കിലും വളരെ രുചികരം തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. തൊലിയൊക്കെ കറുത്തുപോയി ആ ഒരു രീതി പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു പഴമാണ് നമുക്ക് വേണ്ടിയത്. പഴം ഈ ഒരു രീതിയിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കരുത്. ചെറിയ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനും. ഒരു പഴം വെച്ചിട്ടാണ് ഞാനിവിടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് കുറച്ചധികം വിഭവം വേണം എന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ അളവൊക്കെ കൂട്ടി ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി ചേർത്താൽ മാത്രം മതി. നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന പഴമെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണ് ഗീ ആണ് ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. കശുവണ്ടിയോടൊപ്പം നമുക്ക് പീനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീനട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കശുവണ്ടി ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കിന് കുറച്ച് റൈസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും മൂപ്പിച്ച് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഗീ ചേർത്ത് കൊടുത്തു. ആ ഒരു ഗീ മാത്രമേ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. നമുക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമുണ്ട്. ഒരു 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയെടുത്താലും മതി. ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോടു കൂടി തന്നെ പൊടിച്ചെടുക്കുക. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഒന്ന് തയ്യാറാക്കി എടുക്കാറുണ്ട്. ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയും കൂടെ ആവശ്യമുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അവ രണ്ടും നമുക്ക് പൊടിച്ചൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അതോടൊപ്പം തന്നെ ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇവയൊന്ന് അടിച്ചെടുക്കണം. മുട്ട നല്ല രീതിയിൽ ഈ പാലുമായിട്ട് മിക്സായി കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ചെറിയ മധുരത്തിലാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മതിയാകും. ഈ ഒരു അളവിൽ നമ്മൾ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ അധികത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവയ്ക്കൊക്കെ ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. മുട്ടയും പാലും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തിയായ രീതിയിലാണ് ഈ പലഹാരം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നോയമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ച് അടിച്ചെടുക്കുന്നതിന് പകരം ഈ മുട്ടയൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അടിച്ചെടുത്താലും മതി. അങ്ങനെയാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ആ റൈസൻസും ഉണ്ടല്ലോ, അതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടെ ഇനിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. ബ്രെഡിൻ്റെ പൊടി കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ ഈ മിക്സുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് യോജിച്ച് കിട്ടുകയുള്ളൂ. ഒത്തിരി ലൂസായിട്ടൊന്നും പോകരുത്. ചെറിയ ഒരു ടൈറ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പൊടിയാണ് കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാനിവിടെ പൊടിച്ചു വെച്ചിരുന്ന 3 ബ്രെഡിൻ്റെ പൊടിയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടിയത്. ഇത് ലൂസാകാത്ത രീതിയിൽ ആ ബാറ്ററുമായിട്ട് ബ്രെഡിൻ്റെ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പരത്തിയെടുക്കുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. സ്നാക്സ് തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആവശ്യമുണ്ട്. അതിലോട്ട് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഈ പാനിൻ്റെ അടിയിലോട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കണം. നമ്മളെടുക്കുന്ന പാനിനനുസരിച്ചിട്ടാണ് ഈ പഞ്ചസാരയുടെ അളവിനൊക്കെ ചേഞ്ചസ് വരും. കുറച്ചും കൂടെ വലിപ്പമുള്ള പാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ കൂടുതൽ ആവശ്യം വരും. കാരണം പാനിൽ മുഴുവനും നിൽക്കത്തക്ക രീതിയിൽ തന്നെ പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ബനാനയുടെ പീസസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പം 1-2 നേന്ത്രപ്പഴമൊക്കെ നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാനൊരു നേന്ത്രപ്പഴമേ ഇതുപോലെ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
നമ്മൾ എടുക്കുന്ന പാനിൻ്റെ അടിവശം മുഴുവനും കവറായിരിക്കത്തക്ക രീതിയിൽ തന്നെ നേന്ത്രപ്പഴം ഇതുപോലെ നുറുക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിവിടെ വേറെ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് നല്ലത്. ഈ നിരത്തി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ടയും ചേർന്ന ആ ഒരു കൂട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. താഴെ നിരത്തിയിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ പീസസ് കാണാത്ത രീതിയിൽ ഈ മുകളിലത്തെ ബാറ്റർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം. താഴെ ആ പഞ്ചസാരയൊക്കെ ഉള്ളപ്പോൾ അതൊന്ന് ക്യാരമൽ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴത്തിൻ്റെ പീസസ് ഒന്നും കാണാത്ത രീതിയിൽ സ്പൂണ് കൊണ്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ആ ബാറ്ററിനകത്തോട്ട് ഈ പീസസ് ഒക്കെ ഒന്ന് തള്ളി വെച്ച് കറക്റ്റായിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും വേണം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടണം. പഴത്തിൻ്റെ പീസസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. താഴെയുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലായി നമുക്ക് കിട്ടണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവയൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് പാനൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതൊന്ന് കുലുങ്ങുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് എടുത്തൊരു വേറൊരു പാനിലോട്ട് മാറ്റാം. ലേശം ബട്ടർ തടവിയിട്ടുള്ള വേറൊരു പാനിലോട്ടാണ് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നത്. കണ്ടോ, താഴത്തെ വശം ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ക്യാരമൽ ചെയ്ത് നമ്മുടെ പലഹാരം കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. മറ്റേ സൈഡും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റോളം എടുക്കും നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി തന്നെയാണ് ഇത് കഴിക്കാനും. നോയമ്പ് തുറന്ന സമയത്ത് നമ്മൾ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവയുടെ കൂട്ടത്തിൽ ഇതും നമുക്ക് തയ്യാറാക്കി സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പലഹാരം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഓരോരുത്തരുടെയും ഉണ്ടാവണം. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കാലത്ത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കാനാണെങ്കിലും വളരെ ഹെൽത്തി തന്നെയാണ്. ഇതിൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാം. പാനിൻ്റെ താഴെ നമ്മൾ പഞ്ചസാര വെതറിക്കൊടുത്തതൊക്കെ നല്ല കറക്റ്റായിട്ട് ക്യാരമൽ ചെയ്ത് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പഴം ഒത്തിരി പഴുത്തതാകലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൽ സെറ്റായി കിട്ടത്തില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.